Hello dears, welcome back to ISKC English. Hello dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ എന്ന് പറയുന്ന പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് മോഡേൺ ഏജ് ആണ്. മോഡേൺ ഏജ് അതുപോലെ തന്നെ പോസ്റ്റ് മോഡേൺ ഏജ്. നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് മോഡേൺ ഏജിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് എസ്സേ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കമൻറ്റ് വന്നിരുന്നു മോഡേൺ ഏജിനെ കുറിച്ചിട്ട് ഒരു എസ്സേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് മോഡേൺ ഏജിനെ കുറിച്ചൊരു എസ്സേ ചെയ്യാം. മോഡേൺ ഏജും അതുപോലെ തന്നെ പോസ്റ്റ് മോഡേൺ ഏജ്, എലിസബത്തൻ പീരീഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് മോഡേൺ പീരീഡ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ആൻസറിലേക്ക് പോവാം. The modern age in English literature spans the early part of the 20th century. 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗമാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ മോഡേൺ ഏജ് എന്നറിയപ്പെടുന്നത്. ഇറ്റ് എമർജ്ഡ് ഇൻ റിയാക്ഷൻ ടു ദി ജനറൽ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് മാനേഴ്സ് ഓഫ് വിക്ടോറിയൻ റൈറ്റേഴ്സ്. അതായത് വിക്ടോറിയൻ കാലഘട്ടത്തിലെ റൈറ്റേഴ്സ് അവരുടെ രീതികൾ, അതുപോലെ തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവങ്ങൾ, ഇവർക്ക് എതിരെയുള്ള ഒരു റിയാക്ഷനായിട്ട്, ഒരു പ്രതികരണമായിട്ട്, റിയാക്ഷനായിട്ടാണ് ഈ മോഡേൺ ഏജ് രൂപം കൊള്ളുന്നത്. There was huge change in literary style, theme and form. മോഡേൺ ഏജ് എന്ന് പറയുമ്പോൾ ലിറ്റററി സ്റ്റൈലിലും തീമിലും ഫോമിലൊക്കെ മോഡേൺ ഏജിൽ വളരെ വലിയ മാറ്റം ഉണ്ടായിരുന്നു. ദ റൈറ്റിംഗ്സ് ഓഫ് T.S. Eliot, ജെയിംസ് ജോയ്സ് ആൻഡ് വെർജീനിയ വൂൾഫ് captured the essence of the modern age using new styles and techniques. ചില റൈറ്റേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ T.S. Eliot, ജെയിംസ് ജോയ്സ് ആൻഡ് വെർജീനിയ വൂൾഫ്, ഇവരുടെ റൈറ്റിങ്സ്, ഇവരുടെ എഴുത്തുകൾ മോഡേൺ ഏജിൻ്റെ എസെൻസ്, മോഡേൺ ഏജിൻ്റെ അന്തസത്തയെ ഇവരുടെ റൈറ്റിങ്സിൽ യൂസിങ് ന്യൂ സ്റ്റൈൽസ് ആൻഡ് ടെക്നിക്സ്, പുതിയ സ്റ്റൈൽസും പുതിയ ടെക്നിക്സും ഉപയോഗിച്ചുകൊണ്ട് ഈ റൈറ്റേഴ്സ് ഇവരുടെ എഴുത്തുകളിൽ ഈ മോഡേൺ ഏജിൻ്റെ എസെൻസ്, അതിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ദ ലിറ്റററി ജോണർ നോവൽ എമർജ്ഡ് ഡ്യൂറിങ് ദ പീരീഡ്. ഈ ഒരു പീരീഡിലാണ്, മോഡേൺ ഏജിലാണ് നോവൽ എന്ന് പറയുന്ന സാഹിത്യ വിഭാഗം ഉത്ഭവിക്കുന്നത്. നോവൽ മാർക്ക്ഡ് ദ ഡിഫറെന്റ് ഫീച്ചേഴ്സ് ഓഫ് ദീസ് പീരീഡ്. ഈ ഒരു പീരീഡിൻ്റെ പല സവിശേഷതകളും നോവല് വരച്ച് കാണിക്കുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിലെ പല നോവലുകളിലും, മോഡേൺ ഏജിലെ പല നോവലുകളിലും ആ ഒരു കാലഘട്ടത്തിൻ്റെ സവിശേഷതകൾ നമുക്ക് കാണാൻ കഴിയും. ഇറ്റ് ബിക്കേം മോർ ഡോമിനന്റ് ദാൻ പോയട്രി ഡ്യൂറിങ് ദ പീരീഡ്. മോഡേൺ ഏജിൽ പോയട്രിയേക്കാൾ ഡോമിനന്റ്, പ്രാധാന്യം അല്ലെങ്കിൽ ആധിക്യം ഉണ്ടായിരുന്നത് നോവലിനായിരുന്നു. ദ പീരീഡ് ഓൾസോ വിറ്റ്നസ്ഡ് ദ റീബർത്ത് ഓഫ് ഡ്രാമ. ഈ ഒരു മോഡേൺ ഏജ് ഡ്രാമയുടെ പുനർജന്മത്തിനും സാക്ഷ്യം വഹിച്ചു. ദ ലിറ്ററേച്ചർ ഓഫ് ദ പീരീഡ് ഷോവുഡ് റിജക്ഷൻ ഓഫ് ട്രഡിഷൻ ആൻഡ് എക്സ്പെരിമെന്റേഷൻ ഇൻ ഫോം. അപ്പോൾ ഇവിടെ രണ്ട് കാര്യമാണ് പറയുന്നത്. ഈ ഒരു ഏജ്, ദ ലിറ്ററേച്ചർ ഓഫ് ദ പീരീഡ് ഷോവ്ഡ് റിജക്ഷൻ ഓഫ് ട്രഡിഷൻ. ഈ ഒരു ഏജ്, മോഡേൺ ഏജ് ട്രഡിഷനെ എതിർത്തു, പരമ്പരാഗതമായിട്ടുള്ള സാഹിത്യത്തെ എതിർക്കുകയും അതുപോലെ തന്നെ എക്സ്പെരിമെന്റേഷൻ ഇൻ ഫോമിൽ, അതായത് സാഹിത്യ സൃഷ്ടിയുടെ ഫോം അല്ലെങ്കിൽ സ്റ്റൈലിൽ എക്സ്പെരിമെന്റേഷൻ കൊണ്ടുവരികയും ചെയ്തു. മോഡേൺ റൈറ്റിംഗ്സ് പ്രസന്റഡ്
ഇൻഡിവിജ്വൽ പെർസെപ്ഷൻസ് റാദർ ദാൻ ഒബ്ജക്റ്റീവ് പിക്ചർ. ഈ കാലഘട്ടത്തിലെ വർക്കുകളിൽ ഒബ്ജക്റ്റീവ് പിക്ചറിനേക്കാൾ, വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളെക്കാൾ വ്യക്തിപരമായിട്ടുള്ള ധാരണകൾക്ക് മോഡേൺ ഏജ് പെർസെപ്ഷനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. മോഡേൺ റൈറ്റിംഗ്സ് പ്രസന്റഡ് ഇൻഡിവിജ്വൽ പെർസെപ്ഷൻസ്. അപ്പോൾ മോഡേൺ റൈറ്റിംഗ്സിൽ കാര്യമായിട്ടും ഉണ്ടായിരുന്നത് ഇൻഡിവിജ്വൽ പെർസെപ്ഷൻസ് ആണ്, അതായത് വ്യക്തിപരമായിട്ടുള്ള ധാരണകൾ, റാദർ ദാൻ ഒബ്ജക്റ്റീവ് പിക്ചർ. എന്തിനേക്കാൾ? വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളെക്കാൾ. ദ പീരീഡ് വിറ്റ്നസ്ഡ് എമർജൻസ് ഓഫ് വേരിയസ് ആർട്ട് മൂവ്മെന്റ്സ് ഇൻ ലിറ്ററേച്ചർ. ഈ ഒരു പീരീഡിൽ, മോഡേൺ ഏജിൽ സാഹിത്യത്തിൽ പല ആർട്ട് മൂവ്മെന്റ്സും രൂപപ്പെട്ടു. പല കലാ സംവിധാനങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ആർട്ട് മൂവ്മെന്റ്സ് ലിറ്ററേച്ചറിൽ എമർജ് ചെയ്യുന്നതിന് ഈ ഒരു കാലഘട്ടം സാക്ഷ്യം വഹിച്ചു. മോഡേണിസം ലെയ്ഡ് ക്ലോസ്ലി കണക്റ്റഡ്. മോഡേണിസത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു, ക്ലോസ്ലി കണക്റ്റഡ് ആയിട്ട് നിലകൊണ്ടു വിത്ത് വേരിയസ് ആർട്ട് മൂവ്മെന്റ്സ് ലൈക്ക് ഇംപ്രഷനിസം, ഇമാജിസം, സിംബോളിസം ആൻഡ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്. അവ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്, അതുപോലെ തന്നെ സിംബോളിസം, ഇമാജിസം, ഇംപ്രഷനിസം, ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ആർട്ട് മൂവ്മെന്റ്സിനോട്, കലാപ്രസ്ഥാനങ്ങളോട് മോഡേണിസം വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ദ പ്രിൻസിപ്പൽ മോഡേണിസ്റ്റ് നോവലിസ്റ്റ് ആർ. ആരൊക്കെയായിരുന്നു പ്രിൻസിപ്പൽ മോഡേണിസ്റ്റ് നോവലിസ്റ്റുകൾ? ദ പ്രിൻസിപ്പൽ മോഡേണിസ്റ്റ് നോവലിസ്റ്റ് വേർ ആരൊക്കെയായിരുന്നു? ഹെൻറി ജെയിംസ്, ജോസഫ് കോൺറാഡ്, മാർസൽ പ്രൗസ്റ്റ്, തോമസ് മാൻ, ഫ്രാൻസ് കാഫ്ക, ജെയിംസ് ജോയ്സ്, വെർജീനിയ വൂൾഫ് ആൻഡ് വില്യം ഫോൾക്നർ. ഇവരൊക്കെയായിരുന്നു ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നോവലിസ്റ്റുകൾ. വിത്ത് ദീസ് റൈറ്റേഴ്സ് ദ മോഡേൺ നോവൽ ടുക്ക് ഓൺ എ വൈഡ് റേഞ്ച് ഓഫ് സബ്ജക്ട്സ്. ഈ എഴുത്തുകാരിലൂടെ ഒരുപാട് മോഡേൺ റൈറ്റേഴ്സ്, മോഡേൺ നോവലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുണ്ട്. ഇവരിലൂടെ മോഡേൺ നോവലുകൾ പല സബ്ജക്റ്റുകൾ, വ്യത്യസ്തമായിട്ടുള്ള പല സബ്ജക്റ്റുകളും പരീക്ഷിക്കുകയുണ്ടായി. ടുക്ക് ഓൺ എ വൈഡ് റേഞ്ച് ഓഫ് സബ്ജക്ട്സ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് എക്സ്പെരിമെന്റ്സ്. പലതരത്തിൽ പല എക്സ്പെരിമെന്റുകളും ആറ്റിറ്റ്യൂഡുകളും പല സബ്ജക്റ്റുകളും നോവലുകളിൽ പല റൈറ്റേഴ്സിലൂടെ പരീക്ഷിക്കുകയുണ്ടായി. അങ്ങനെ റൈസിംഗ് ഇൻ പോപ്പുലർ ആൻഡ് ക്രിട്ടിക്കൽ ഇൻട്രസ്റ്റ്, അങ്ങനെ ഒരു പോപ്പുലർ ക്രിട്ടിക്കൽ ഇൻട്രസ്റ്റ്, ഒരു നിരൂപണ താല്പര്യത്തിലേക്ക്, ഒരു പ്രശസ്തിയിലേക്ക് നോവൽ ഈ കാലഘട്ടത്തിൽ ഉയർന്നു. അടുത്തത് മോഡേൺ പോയട്രി. മോഡേൺ പോയട്രി വുഡ് നോട്ട് ഫോളോ ദ പ്രീ കോൺസെപ്ഷൻസ് ഓഫ് റൊമാൻറ്റിക് ആൻഡ് വിക്ടോറിയൻ ട്രഡിഷൻ. വിക്ടോറിയൻ കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ റൊമാൻറ്റിക് കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള രീതികൾ മോഡേൺ പോയട്രി ഫോളോ ചെയ്തിരുന്നില്ല. They felt the established ideas and styles could not convey the essence of modern life. അതുവരെ നിലനിന്നിരുന്ന പോയട്രിയിലെ എസ്റ്റാബ്ലിഷ്ഡ് ഐഡിയാസും സ്റ്റൈലുകൾക്കും ആധുനിക ജീവിതത്തിൻ്റെ എസൻസ്, അന്തസത്ത കൺവേ ചെയ്യാൻ കഴിയില്ല എന്ന് മോഡേൺ പോയറ്റ്സ് മനസ്സിലാക്കി. അതുമാത്രമല്ല, സോ ദേ ഫൗണ്ട് ന്യൂ ലാംഗ്വേജ് ആൻഡ് സ്ട്രക്ചർ ഫോർ പോയട്രി. അതുകൊണ്ട് അവർ പോയട്രിക്ക് വേണ്ടി പുതിയ ലാംഗ്വേജും പുതിയ സ്ട്രക്ചറും അവർ കണ്ടെത്തി. നിലവിലുള്ള എസ്റ്റാബ്ലിഷ്ഡ് സ്ട്രക്ചർ, ഐഡിയാസ്, സ്റ്റൈൽസ് ഒന്നും പോരാ. അതിലൂടെ
മോഡേൺ ലൈഫിൻ്റെ എസൻസ് കൺവേ ചെയ്യാൻ കഴിയില്ല എന്ന് മോഡേൺ പോയറ്റ്സ് മനസ്സിലാക്കി. സോ ദേ ഫൗണ്ട് ന്യൂ ലാംഗ്വേജ് ആൻഡ് സ്ട്രക്ചർ ഫോർ പോയട്രി ദാറ്റ് വുഡ് പോർട്രേ ചേഞ്ച്ഡ് എലമെന്റ്സ് ഓഫ് ദെയർ ലൈഫ്. അവരുടെ ജീവിതത്തിൻ്റെ മാറിയ ഘടകങ്ങൾ, അവരുടെ ജീവിതത്തിൻ്റെ ചേഞ്ച്ഡ് എലമെന്റ്സിനെ പോർട്രേ ചെയ്യുന്നതിന് വേണ്ടി, വരച്ച് കാണിക്കുന്നതിന് വേണ്ടി അവർ കവിതയിൽ പുതിയ സ്ട്രക്ചറും പുതിയ ലാംഗ്വേജും കവിതയ്ക്ക് പുതിയ മാനദണ്ഡങ്ങളും അവർ കൊണ്ടുവന്നു. പോയറ്റ്സ് സച്ച് ആസ്, ഈ കാലഘട്ടത്തിലെ കവികൾ സച്ച് ആസ് റോബർട്ട് ബ്രിഡ്ജസ്, ഹോപ്കിൻസ്, ജോർജിയൻസ്, ടി.എസ്. എലിയറ്റ്, W.B. ഈഡ്സ്, ഇവരൊക്കെ പ്രധാനപ്പെട്ട കവികളിൽ ചിലരായിട്ടുള്ള ഇവരെല്ലാം വേർ ഗ്രേറ്റ് നെയിംസ് അണ്ടർ മോഡേൺ പീരീഡ്. മോഡേൺ കാലഘട്ടത്തിലെ കവികളിലെ പ്രധാനപ്പെട്ട ഗ്രേറ്റ് നെയിംസ്, പ്രധാനപ്പെട്ട പേരുകളായിരുന്നു റോബർട്ട് ബ്രിഡ്ജസ്, ഹോപ്കിൻസ്, ജോർജിയൻസ്, ടി.എസ്. എലിയറ്റ്, W.B. ഈഡ്സ്. ഇവരെല്ലാം ആധുനിക മോഡേൺ ഏജിന്റെ കവികളിൽ ശ്രദ്ധേയമായിട്ടുള്ള അല്ലെങ്കിൽ ഗ്രേറ്റ് നെയിംസ് ആയിരുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് മോഡേൺ ഡ്രാമയാണ്. മോഡേൺ ഡ്രാമ ഡെവലപ്ഡ് ന്യൂ ഫീച്ചേഴ്സ്. കവിത പോലെ തന്നെ മോഡേൺ പോയട്രി അല്ലെങ്കിൽ മോഡേൺ പോയറ്റുകൾ പുതിയ തലങ്ങളും മാനങ്ങളും ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ മോഡേൺ ഡ്രാമയും ഡെവലപ്ഡ് ന്യൂ ഫീച്ചേഴ്സ്, പുതിയ ഫീച്ചേഴ്സ്, സവിശേഷതകൾ ഡെവലപ്പ് ചെയ്തു. ദ പ്ലേസ് ഓഫ് ഷാ എന്ന് പറഞ്ഞാൽ ജോർജ് ബെർണാഡ് ഷാ, അതുപോലെ തന്നെ ജോൺ ഗാൽസ്വർത്തി, ഹാർലെ ഗ്രാൻവില്ലെ ബാക്കർ, വില്യം സോമർസെറ്റ് മോം, ഈ പറയുന്ന ഡ്രാമാറ്റിസ്റ്റുകൾ ഫോളോവഡ് ട്രാജക്ടറി ഓഫ് റിയലിസം. ഇവര് നാടകത്തിൽ റിയലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ മോഡേണിസം, അതായത് റിയലിസത്തെ, കാരണം നമ്മളിവിടെ പറയുന്നുണ്ട് ഇവർ റിയലിസത്തെ എതിർത്തിരുന്നു അല്ലേ, അതായത് ഇവർ ഒബ്ജക്റ്റിവിറ്റിയെ ഇവർ എതിർത്തിരുന്നു. പകരം ഇൻഡിവിജ്വൽ പെർസെപ്ഷൻസിനാണ് ഇവർ പ്രാധാന്യം കൊടുത്തിരുന്നത് പോയറ്റ്സ് ഒക്കെ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ അതേസമയം തന്നെ ഡ്രാമാറ്റിസ്റ്റുകൾ ഇവരുടെ നാടകങ്ങളിൽ റിയാലിറ്റിയെ പരിഗണിച്ചിരുന്നു. ദെയർ വർക്ക്സ് അപ്പീൽഡ്, ഇവരുടെ വർക്കുകൾ അപ്പീൽഡ് ടു സോഷ്യലി ആൻഡ് പൊളിറ്റിക്കലി കോൺഷ്യസ് ഓഡിയൻസസ്, അതായത് രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ സാമൂഹികമായിട്ടും ചിന്താബോധമുള്ള ഓഡിയൻസ്, അത്തരം ഓഡിയൻസിനെ ഇവരുടെ വർക്കുകൾ സ്വാധീനിച്ചിരുന്നു. അപ്പീൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. വേർ കമ്മിറ്റഡ് ടു ബ്രിങ് ഫോർത്ത് റിഫോം, മാത്രമല്ല ഈ നാടകൃത്തുക്കൾ സാമൂഹിക പരിഷ്കാരം കൊണ്ടുവരാൻ സന്നദ്ധരായിരുന്നു. മോഡേൺ ഡ്രാമ റിട്ടൺ ബൈ ബെക്കറ്റ് ആൻഡ് ലോനസ്കോ, തോമസ് ബെക്കറ്റ് ആൻഡ് ലോനസ്കോ, ഇവരെഴുതിയിട്ടുള്ള മോഡേൺ ഡ്രാമകൾ ഡിസ്കസ് മീനിങ്ലെസ്നെസ് ഓഫ് എക്സിസ്റ്റൻസ്, രണ്ടാം ലോക മഹായുദ്ധാനന്തരമുള്ള ജീവിത സാഹചര്യങ്ങൾ, ആ ജീവിത സാഹചര്യത്തിൻ്റെ മീനിങ്ലെസ്നെസ്, അതായത് നിരർത്ഥകമായിട്ടുള്ള അർത്ഥശൂന്യമായിട്ടുള്ള മനുഷ്യ ജീവിത അവസ്ഥകളെ തോമസ് ബക്കറ്റിൻ്റെയും അതുപോലെ തന്നെ ലോനസ്കോയുടെയും ആധുനിക നാടകങ്ങൾ കാണിച്ചിരുന്നു. ദേ റിജക്റ്റഡ്, അവരുടെ നാടകങ്ങൾ റിജക്റ്റഡ് ദ വേ ഓഫ് ലോജിക്കൽ ക്യാരക്ടറൈസേഷൻ, പ്ലോട്ട്, ആക്ഷൻ ആൻഡ് ഡയലോഗ്സ്. സാധാരണ സമകാലിക നാടകങ്ങളിൽ ഉണ്ടായിരുന്ന ക്യാരക്ടറൈസേഷൻ, അതുപോലെ തന്നെ പ്ലോട്ട്, കഥ, ആക്ഷൻ, അതുപോലെ ഡയലോഗ്സ് എന്നീ ഡ്രാമകളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഫാക്ടേഴ്സ്, എലമെന്റ്സിനെ ഈ നാടകങ്ങൾ, അതായത് തോമസ് ബക്കറ്റ് അതുപോലെ തന്നെ ലോനസ്കോ, ഇവരുടെ നാടകങ്ങൾ മനുഷ്യ ജീവിതത്തിൻ്റെ നിരർത്ഥകമായിട്ടുള്ള അവസ്ഥയെ കാണിക്കുന്ന ഇവരുടെ നാടകങ്ങൾ ക്യാരക്ടറൈസേഷനെയും
പ്ലോട്ടിനെയും ആക്ഷനെയും ഡയലോഗ്സിനെയെല്ലാം എതിർത്തിരുന്നു. അപ്പം ഇത്രയാണ് മോഡേണിസത്തെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് ഈ കാലഘട്ടത്തിലെ ലിറ്ററേച്ചറിൻ്റെ സവിശേഷത. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ലിറ്ററേച്ചർ ഡ്യൂറിങ് ദ മോഡേൺ ഏജ്. മോഡേൺ ഏജിലെ ലിറ്ററേച്ചറിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? There were many features that set the literature of the modern period apart from any of the preceding ages. മറ്റു കാലഘട്ടങ്ങൾ, ആ കാലഘട്ടങ്ങളിലെ ലിറ്ററേച്ചറിൽ നിന്നും മോഡേൺ ഏജിനെ അല്ലെങ്കിൽ മോഡേൺ ഏജിലെ ലിറ്ററേച്ചറിനെ വേറിട്ട് നിർത്തുന്ന ചില സവിശേഷതകൾ, മെനി ഫീച്ചേഴ്സ്, ഒരുപാട് സവിശേഷതകൾ ഉണ്ടായിരുന്നു. സം ഓഫ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഓഫ് ദീസ് ആർ, അവയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു 7 നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഒന്നാമത്തെ സവിശേഷത, മോഡേൺ ലിറ്ററേച്ചറിൻ്റെ സവിശേഷത, ഇത് ഡ്രാമയാണെങ്കിലും നോവലാണെങ്കിലും പോയട്രി ആണെങ്കിലും എല്ലാം ലിറ്ററേച്ചറിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, ഒന്ന്, സ്ട്രോങ് ആൻഡ് ഇൻറ്റൻഷണൽ ബ്രേക്ക് ഫ്രം ട്രഡിഷൻ. പരമ്പരാഗതമായ രീതി, അതാണ് ട്രഡിഷൻ. വിക്ടോറിയൻ കാലഘട്ടം, റൊമാൻറ്റിക് കാലഘട്ടം, ഇത്തരത്തിലുള്ള പരമ്പരാഗതമായ ശൈലികളിൽ നിന്നുമുള്ള ശക്തമായിട്ടുള്ള ബ്രേക്ക്, ഡിഫറൻസ്. പരമ്പരാഗതമായ ശൈലി എന്താണോ അതിൽ നിന്നുമുള്ള വ്യക്തമായിട്ടുള്ള ഒരു ബ്രേക്ക്, വ്യത്യാസം. Modernism highlighted a movement away from traditional and accepted literary styles and themes. മോഡേണിസം അതിനു മുൻപ് അവിടെ നിലനിന്നിരുന്ന ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ലിറ്റററി, സ്വീകാര്യമായിട്ടുള്ള ലിറ്റററി സ്റ്റൈൽസിൽ നിന്നും തീംസിൽ നിന്നും അതുപോലെ തന്നെ ആ ഒരു ട്രഡീഷനിൽ നിന്നും ശക്തമായിട്ട് അകന്നു പോകുന്നത് നമുക്ക് കാണാം. മോഡേണിസം ഹൈലൈറ്റഡ് എ മൂവ്മെന്റ് എവേ. മോഡേണിസം അകന്നു പോകുന്നുണ്ട്. എന്തിൽ നിന്ന്? ഫ്രം ട്രഡീഷണൽ ആക്സെപ്റ്റഡ് ലിറ്റററി സ്റ്റൈൽസ് ആൻഡ് തീംസ്. അപ്പോൾ മോഡേണിസം ഒരിക്കലും ട്രഡീഷണൽ ലിറ്റററി ഫോംസ്, സ്റ്റൈൽസ് മോഡേണിസം ഫോളോ ചെയ്യുന്നില്ല. മോഡേണിസം അതിൽ നിന്നെല്ലാം അകന്നു പോകുന്നു, വ്യത്യസ്തമാകുന്നു. രണ്ടാമത്തേത്, എ ന്യൂ എംഫസിസ് ഓൺ സബ്ജക്റ്റിവിറ്റി. മോഡേണിസം പ്രാധാന്യം കൊടുക്കുന്നത് സബ്ജക്റ്റിവിറ്റിക്കാണ്. എന്താ നോക്കാം നമുക്ക്. ദ ഫോക്കസ് ഓഫ് മോഡേൺ ലിറ്ററേച്ചർ വാസ്, മോഡേൺ ലിറ്ററേച്ചറിന്റെ ഫോക്കസ്, പ്രാധാന്യം കൊടുത്തിരുന്നത് ഓൺ ഹൗ വി സീ തിങ്സ് ആസ് ഒപ്പോസിറ്റ് ടു വാട്ട് വി സീ. അതായത് നമ്മൾ എന്ത് കാണുന്നു എന്നുള്ളതിനല്ല, അത് എങ്ങനെയാണ് ആവേണ്ടത്, ഇതിനാണ് മോഡേണിസം പ്രാധാന്യം കൊടുത്തിരുന്നത്. അപ്പൊ മോഡേണിസം പ്രാധാന്യം കൊടുത്തിരുന്നത് എന്തിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്? ഹൗ വി സീ തിങ്സ്, നമ്മൾ എങ്ങനെ നമ്മൾ വസ്തുവിനെ കാണുന്നു, ആസ് ഒപ്പോസിറ്റ് ടു വാട്ട് വി സീ, നമ്മൾ എന്ത് കാണുന്നു എന്നുള്ളതല്ല, എങ്ങനെ കാണുന്നു. There was also a concern with the psychological life of individuals. അതുപോലെ തന്നെ മോഡേണിസം മനുഷ്യന്റെ സൈക്കോളജിക്കൽ ലൈഫ് ഓഫ് ഇൻഡിവിജ്വൽസ്, വ്യക്തികളുടെ മാനസികമായിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള ജീവിതത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. അല്ലെങ്കിൽ വ്യക്തികളുടെ സൈക്കോളജിക്കൽ ലൈഫിനെ കൺസേൺ, അതിനെക്കുറിച്ചൊരു വേവലാതി, ഒരു ഉത്കണ്ഠ, ഒരു പരിഗണന മോഡേണിസത്തിന് ഉണ്ടായിരുന്നു. മൂന്നാമത്തെ പോയിന്റ്, റിജക്ഷൻ ഓഫ് ഒബ്ജക്റ്റിവിറ്റി. വസ്തുതയെ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെ ഒഴിവാക്കിയിരുന്നു. മോഡേൺ ലിറ്ററേച്ചർ മൂവ്ഡ് എവേ, മോഡേൺ ലിറ്ററേച്ചർ അകന്നു നിന്നു ഫ്രം ഒബ്ജക്റ്റീവ് പൊസിഷൻസ് ഓർ ദ ഐഡിയ ഓഫ് ആൻ അബ്സല്യൂട്ട് ട്രൂത്ത്. യഥാർത്ഥ സത്യം അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായിട്ടുള്ള യാഥാർത്ഥ്യം എന്ന കാഴ്ചപ്പാടിൽ നിന്നും മോഡേണിസം അകന്നു നിന്നു.
അപ്പോൾ മോഡേണിസം ഒബ്ജക്റ്റിവിറ്റിക്ക്, വസ്തുനിഷ്ഠതയ്ക്ക്, കൃത്യതയ്ക്ക്, സത്യസന്ധതയ്ക്ക് പ്രാധാന്യം നൽകിയില്ല. നാലാമത്തേത് ബ്ലറിംഗ് ഓഫ് ബൗണ്ടറീസ് ബിറ്റ്വീൻ ജോണേഴ്സ്, അതായത് കവിത, കഥ, നാടകം, പ്രോസ് ഇവയെ വേർതിരിക്കുന്നത് എന്താണോ ആ ബൗണ്ടറീസ് അവയെല്ലാം കൂട്ടിക്കലർത്തി ആര്? മോഡേണിസ്റ്റുകൾ. എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. എസ്റ്റാബ്ലിഷ്ഡ് ലിറ്റററി റൂൾസ് ആൻഡ് ക്ലാസിഫിക്കേഷൻസ് വേർ ബ്രോക്കൺ. അതുവരെ നിലനിന്നിരുന്ന ലിറ്റററി റൂൾസ്, സാഹിത്യ നിയമങ്ങൾ, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻസ്, തരംതിരിവുകൾ, നാടകമെന്നും കവിത എന്നും പ്രോസ് എന്നുമുള്ള ക്ലാസിഫിക്കേഷൻസിനെ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നോവൽസ് മേ ബി റിട്ടൺ ഇൻ എ ലിറിക്കൽ സ്റ്റൈൽസ്, അതായത് നോവൽ എഴുതുന്നതിന് അതിൻ്റെതായിട്ടുള്ള സ്റ്റൈലുണ്ട്. പക്ഷേ മോഡേണിസ്റ്റുകളായിട്ടുള്ള റൈറ്റേഴ്സ് നോവലുകൾ ഇൻ എ ലിറിക്കൽ സ്റ്റൈലിൽ എഴുതി. കവിത എഴുതുന്ന പോലെ നോവൽ എഴുതാം. അങ്ങനെ കവിത എന്താ, നോവൽ എന്താണെന്നുള്ള വ്യത്യാസത്തെ അവർ നശിപ്പിച്ചു കളഞ്ഞു. ഓർ പോയംസ് മേ ടേക്ക് ഓൺ എ പ്രോസ്. പ്രോസ് ഉണ്ടല്ലോ, കഥയും നോവലും എഴുതുന്ന ശൈലി, ആ ശൈലിയിൽ ഇവർ കവിത എഴുതി. ഇങ്ങനെ ചെയ്തിട്ട് മോഡേണിസ്റ്റ് റൈറ്റിങ്സ് അല്ലെങ്കിൽ റൈറ്റേഴ്സ് ലിറ്ററേച്ചറിലെ ക്ലാസിഫിക്കേഷനെയും ലിറ്റററി റൂൾസിനെയും ഇവർ ബ്രേക്ക് ചെയ്തു. അതൊക്കെ ഇവർ നശിപ്പിച്ച് പൊട്ടിച്ചു കളഞ്ഞു. അതാണ് ബ്ലറിംഗ് ഓഫ് ബൗണ്ടറീസ് ബിറ്റ്വീൻ ജോണേഴ്സ്. പല ജോണറുകൾ, പല ടൈപ്പുകൾ, പോയട്രി, പോയം, പ്രോസ്, ഈ ടൈപ്പുകളുടെ വ്യത്യാസം എന്താണോ, ആ റൂൾ എന്താണോ അത് നശിപ്പിച്ചു. അഞ്ചാമത്തേത് ഫ്രാഗ്മെന്റഡ് ഫോംസ്. അഞ്ചാമത്തെ എന്താ? ഫ്രാഗ്മെന്റഡ് ഫോംസ്. മോഡേൺ ലിറ്ററേച്ചർ യൂസ്ഡ് ബ്രോക്കൺ ഓർ ഫ്രാഗ്മെന്റഡ് സ്റ്റൈൽസ് ഓഫ് റൈറ്റിംഗ് ടു കൺവേ ദ ഡിസ്റ്റർബിംഗ് എക്സ്പീരിയൻസസ് ഓഫ് മോഡേൺ ലൈഫ്. മോഡേൺ ലൈഫിലെ ആളുകളുടെ ഡിസ്റ്റർബ്ഡ് ലൈഫ്. ഡിസ്റ്റർബ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള, അതായത് അസ്വസ്ഥമായിട്ടുള്ള ജീവിതം, അസ്വസ്ഥമായ മനസ്സ്, അസ്വസ്ഥമായിട്ടുള്ള ജീവിതം, ആ അസ്വസ്ഥതയെ കാണിക്കാൻ വേണ്ടി മോഡേൺ റൈറ്റേഴ്സ് അവരുടെ ലിറ്ററേച്ചറിൽ, അവരുടെ വർക്കുകളിൽ ബ്രോക്കൺ അല്ലെങ്കിൽ ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള സ്റ്റൈല്, അതായത് കൃത്യമായിട്ടുള്ള മുഴുവനായിട്ടുള്ള വരികൾ ഉപയോഗിക്കാതെ വരികളുടെ കഷ്ണങ്ങൾ, പകുതി വരികൾ, ഫ്രാഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ കഷ്ണങ്ങളാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം വർക്കുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. പല മോഡേൺ റൈറ്റേഴ്സിന്റെ വർക്കുകളും പൂർണ്ണമായിട്ട് ഉണ്ടാവില്ല. അപ്പൊ അവരുദ്ദേശിക്കുന്നത് ആ കാലഘട്ടത്തിലെ ഡിസ്റ്റർബ്ഡ് ലൈഫ് അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് മൈൻഡ്, ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന, അലങ്കോലമായിരിക്കുന്ന, സംഘർഷഭരിതമായിരിക്കുന്ന മനസ്സിന്റെ അവസ്ഥയെ കാണിക്കാൻ വേണ്ടി ഇവര് ഫ്രാഗ്മെന്റഡ് അല്ലെങ്കിൽ ബ്രോക്കൺ സ്റ്റൈൽസ്, അതുപോലെ തന്നെ വരികൾ ഉപയോഗിച്ചു. നറേറ്റീവ്സ് വേർ ഓഫൺ നോൺ ലീനിയർ ഓർ ഡിസ്കണ്ടിന്യൂസ്. പലപ്പോഴും നറേറ്റീവുകൾ അതായത് നോവലുകൾ, അതല്ലെങ്കിൽ കഥകൾ, ഇപ്പൊ നോവലുകൾ അതുപോലെ തന്നെ കഥകൾ, ഇതുപോലെയുള്ള സംഭവങ്ങളിൽ പലപ്പോഴും കൃത്യമായിട്ടുള്ള വരികൾ ഉണ്ടായിരുന്നില്ല. അതാണ് നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ, കൃത്യമായ വരികൾ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പലപ്പോഴും ഇത്തരം നറേറ്റീവ്സ്, വിവരണങ്ങൾ, നോവലുകൾ, കഥകൾ ഡിസ്കണ്ടിന്യൂസ് ആയിരുന്നു, തുടർച്ച ഉണ്ടായിരുന്നില്ല. അതായത് നമ്മൾ സാധാരണ ഒരു നോവൽ വായിക്കുമ്പോൾ സെക്ഷൻ 1ന്റെ തുടർച്ചയായിരിക്കും സെക്ഷൻ 2, അല്ലെങ്കിൽ ഒന്നാമത് വായിച്ച പാരഗ്രാഫിന്റെ തുടർച്ചയായിരിക്കും രണ്ടാമത്തെ പാരഗ്രാഫ്. അപ്പൊ ഇത്തരത്തിൽ ഇവരുടെ നോവലുകളാണെങ്കിലും നറേറ്റീവ്സ് ആണെങ്കിലും അവയിലെല്ലാം ഉണ്ടായിരുന്നത് നോൺ ലീനിയർ ആയിരുന്നു, കൃത്യമായ വരികളില്ല. അതുപോലെ തന്നെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള നറേറ്റീവ്സുമാണ് ഉണ്ടായിരുന്നത്. ഏഴാമത് വരുന്നത് എക്സ്പെരിമെന്റലിസം ആണ്. എക്സ്പെരിമെന്റലിസം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ ലിറ്ററേച്ചർ ഓഫ് ദ പീരീഡ്, ഈ കാലഘട്ടത്തിലെ സാഹിത്യം
എൻകറേജ്ഡ് എക്സ്പെരിമെൻറ്റേഷൻ ഇൻ തീംസ്, റൈറ്റിംഗ് സ്റ്റൈല് ആൻഡ് ഫോംസ്. അപ്പോൾ ഈ ഒരു മോഡേൺ ഏജിലെ ലിറ്ററേച്ചർ, പോയട്രി ആണെങ്കിലും പോയമാണെങ്കിലും ഡ്രാമയാണെങ്കിലും നോവൽസ് ആണെങ്കിലും എല്ലാറ്റിലും നമുക്ക് എക്സ്പെരിമെൻറ്റേഷൻ കാണാം, പരീക്ഷണങ്ങൾ, ഗവേഷണങ്ങൾ നടത്താം. അപ്പോൾ മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് തീംസിലും റൈറ്റിംഗ് സ്റ്റൈൽസിലും അതുപോലെ തന്നെ ഫോമിലുമെല്ലാം അവർ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ ഇത്രയാണ് മോഡേൺ ഏജിലെ ലിറ്ററേച്ചറിൻ്റെ സവിശേഷത. നമ്മൾ മൊത്തം പറഞ്ഞത് ഏഴ് സവിശേഷത ഫീച്ചേഴ്സാണ് നമ്മൾ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് എണ്ണി പറയാം. ഒന്നാമത്തേത് ബ്രേക്ക് ഫ്രം ട്രഡിഷൻ, ഷോർട്ടാക്കി പറയുമ്പോൾ പാരമ്പര്യത്തിൽ നിന്നും വിട്ടു നിൽക്കാം. രണ്ടാമത്തേത് ന്യൂ എംഫേസിസ് ഓൺ സബ്ജക്റ്റിവിറ്റി, സബ്ജക്റ്റിവിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുക. അതായത് തോന്നലുകൾക്ക്, യാഥാർത്ഥ്യത്തെക്കാൾ വ്യക്തിപരമായ ചിന്തകൾക്ക് പ്രാധാന്യം കൊടുക്കുക. മൂന്നാമത്തേത് റിജക്ഷൻ ഓഫ് ഒബ്ജക്റ്റിവിറ്റി, വസ്തുനിഷ്ഠാപരമായിട്ടുള്ള കാര്യങ്ങളെ ഒഴിവാക്കുക. ബ്ലറിംഗ് ഓഫ് ബൗണ്ടറീസ് ബിറ്റ്വീൻ ജോണേഴ്സ്, കവിത, കഥ, നോവൽ, പ്രോസ് ഇവയിലെ ബൗണ്ടറി, ക്ലാസിഫിക്കേഷൻ, ഡിഫറൻസിനെ കൂട്ടിക്കലർത്തുക. ഫ്രാഗ്മെന്റഡ് ഫോംസ്, അതായത് വ്യക്തതയില്ലാത്ത മുറിക്കഷ്ണങ്ങളായ ഫ്രാഗ്മെന്റ് ആയിട്ടുള്ള രൂപങ്ങൾ ഉപയോഗിക്കുക. ആറാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ വിട്ടുപോയിട്ടുണ്ട് തോന്നുന്നു. ആറാമത്തേത് റിഫ്ലക്റ്റിവിറ്റി ആണ്. അപ്പോൾ ഒന്നുകൂടി വായിച്ചത് നന്നായി. ആറാമത്തേത് പറഞ്ഞിട്ടില്ല, റിഫ്ലെക്സിവിറ്റി. എന്താണ് റിഫ്ലെക്സിവിറ്റി എന്ന് പറഞ്ഞാൽ? മോഡേൺ വർക്ക്സ് ഓഫ് ലിറ്ററേച്ചർ ഓഫൺ കമന്റഡ് ഓൺ ദെയർ ഓൺ നേച്ചർ. അതായത് പല മോഡേൺ വർക്കുകളും, ലിറ്ററേച്ചർ, കവിതകളാണെങ്കിലും കഥയാണെങ്കിലും എന്താണെങ്കിലും പല മോഡേൺ ലിറ്ററേച്ചറും അവയുടെ പ്രകൃതം വെളിപ്പെടുത്തിയിരുന്നു. എന്ന് വെച്ചാൽ അവ എന്താണെന്ന് പറഞ്ഞിരുന്നു. അവ പോയമാണോ പ്ലേ ആണോ അതല്ല ഫിക്ഷൻ ആണോ എന്ന് അവ പറഞ്ഞിരുന്നു. അപ്പം ഒരു കാര്യം മനസ്സിലാക്കണം, എന്തായിരിക്കാം ചില മോഡേൺ റൈറ്റിങ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്താ കാരണം? ഇത്തരത്തിലുള്ള ഫ്രാഗ്മെന്റഡ് ഫോംസ് ആയതുകൊണ്ട് നമുക്കത് കഥയാണോ കവിതയാണോ നോവലാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പല മോഡേൺ റൈറ്റിങ്സിലും റിഫ്ലെക്സിവിറ്റി, അവ എന്താണെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പരിചയപ്പെടുത്തുക, റിഫ്ലെക്സിവിറ്റി. ലാസ്റ്റ് വണ്ണാണ് എക്സ്പെരിമെന്റേഷൻ. അതായത് തീമിലും റൈറ്റിംഗ് സ്റ്റൈലിലും ഫോമിലുമെല്ലാം പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു, അതിന് ശ്രമം അല്ലെങ്കിൽ ധൈര്യപ്പെട്ടിരുന്നു. അപ്പൊ ഏകദേശം ചുരുക്കിയ രീതിയിൽ മോഡേൺ ഏജും അതുപോലെ തന്നെ മോഡേൺ ഏജിലെ ലിറ്ററേച്ചറിന്റെ ഫീച്ചേഴ്സ്, സവിശേഷതകളും ചുരുങ്ങിയ രീതിയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോയിൽ കൊള്ളേണ്ട രീതിയിൽ ചുരുങ്ങിയ രീതിയിൽ ജസ്റ്റ് ഞാനങ്ങോട്ട് ഉൾപ്പെടുത്തിയതാണ്. അപ്പം എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് കേൾക്കുക. അതുപോലെ തന്നെ കേൾക്കുന്ന ആളുകൾ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, കാരണം ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു എന്ത്, സർ മോഡേണിസം ചെയ്യണമെന്ന്. അപ്പോൾ മോഡേണിസം, പോസ്റ്റ് മോഡേണിസം, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ പോസ്റ്റ് മോഡേണിസം ചെയ്യും. അപ്പോൾ ഏതെങ്കിലും സെക്ഷൻ ആർക്കെങ്കിലും ചെയ്യണം, ഇന്ന സെക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി എക്സാം ആകുമ്പോഴേക്ക് എടുത്തെത്തില്ല. അപ്പോൾ നിങ്ങൾ ഇന്ന സെക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ആ സെക്ഷൻ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങളുടെ താല്പര്യപ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.